ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നമ്മൾ ഓൾറെഡി ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി അടിപൊളിയാക്കി ലൈവിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിസ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഗ്രീൻ റെവല്യൂഷനും ലാൻഡ് റിഫോംസും. നിർബന്ധമായിട്ട് നിങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം പഠിക്കേണ്ടതാണ്. അതിനു മുമ്പ് നമുക്കൊരു പുതിയൊരു സർപ്രൈസ് ആണ് മക്കളെ. നിങ്ങൾക്ക് 30% ഓഫറിൽ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ എന്താണ്, നമുക്ക് ഡെയിലി ലൈവുകൾ ഉണ്ടടാ. ഡെയിലി ലൈവുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ ഒക്കെ വരുന്നുണ്ട്. വരാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമും USS എക്സാമും അതുപോലെ ആനുവൽ എക്സാമും ഒക്കെ നമുക്ക് സെറ്റ് ആക്കണ്ടേ. അപ്പോൾ ഇതാ 30% ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കൂപ്പൺ കോഡായിട്ട് എന്താണ് MEGA30 എന്ന് പറയുന്നുള്ള ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഓഫറിൽ കിട്ടും. വെറും 1925 രൂപ മാത്രമേ ഉള്ളൂ. എവിടെ കിട്ടടാ ഇതുപോലൊരു ഓഫർ? അപ്പൊ പെട്ടെന്ന് എന്താണ് നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോട്ടോ. നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കണം. ഓക്കെ, എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? മിസ് പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യലബ്ധിയുടെ ആ ഒരു സമയത്ത്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ കാർഷിക രംഗം ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. അറ്റ് ദ ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ് ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഫേസിങ് വാരിയസ് പ്രോബ്ലംസ് അല്ലെ. അതായത് എന്താണ്, നമ്മുടെ കാർഷിക രംഗം ഡൗൺ ആയിട്ടിരുന്ന ആ ഒരു ടൈം ആയിരുന്നു അത്. ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഹരിത വിപ്ലവവും ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം മിസ് പറയാൻ പോകുന്നത് ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണം. എന്തിനു വേണ്ടിയിട്ടാ ഈ ഒരു ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെന്നറിയോ? അതായത് ഒരാള് കൈവശം വെക്കുന്ന ഭൂമിക്ക് എന്താണ് ഒരു ലിമിറ്റ് കൊണ്ടുവന്നു. ഓക്കെ, ഒരാളുടെ കൈവശം വെക്കുന്ന ലാൻഡിന് ഒരു ലിമിറ്റ് കൊണ്ടുവരികയുണ്ടായി. അതായത് ഇത്രയും കൂടുതൽ ഒരാൾ കൈവശം വെക്കരുത്, അഥവാ അത് വെക്കുകയാണെങ്കിൽ എന്താണ്, അത് മിച്ച ഭൂമിയായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ സർപ്ലസ് ലാൻഡ് ആയിട്ട് കണക്കാക്കുകയായിരുന്നു. ഈ ഒരു സർപ്ലസ് ലാൻഡ് ആരെ ഏറ്റെടുക്കും? നമ്മുടെ ഗവൺമെന്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഭൂമി ഇല്ലാത്ത കർഷകർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കുടിയാന്മാർക്കൊക്കെ പാട്ടത്തിനൊക്കെ കൊടുക്കും. എന്നിട്ട് അവരവിടെ നിന്നാണ് കൃഷി ചെയ്യും അല്ലെ. അങ്ങനെ കാർഷിക രംഗം പ്രോഗ്രസ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആവുകയാണ് അല്ലെ, പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി, ലാൻഡ് റിഫോംസിന്റെ ഭാഗമായിട്ടോ, ആസ് എ പാർട്ട് ഓഫ് ലാൻഡ് റിഫോം എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ ദ പൊസിഷൻ ഓഫ് ദ ലാൻഡ് എ പേഴ്സൺ കുഡ് ഓൺ. അതായത് ഒരാള് കൈവശം വെക്കുന്ന കൈവശം വെക്കുന്ന ലാൻഡിന് ഒരു ലിമിറ്റ് കൊണ്ടുവന്നു. ആ ലിമിറ്റിൽ കൂടുതൽ ആരെങ്കിലും കൈവശം വെക്കുകയാണെങ്കിൽ ആ ഭൂമി, അല്ലെങ്കിൽ ആ ലിമിറ്റിൽ കൂടുതൽ ഒരാളുടെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ അത് സർപ്ലസ് ലാൻഡ് എന്നാണ് വിളിച്ചത് കേട്ടോ. അതായത് ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായ, അല്ലെങ്കിൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള പെസൻസിനും നമ്മുടെ കുടിയാന്മാർക്ക്, ടെനൻസിനൊക്കെ വിതരണം ചെയ്തു. അങ്ങനെ അവരവിടെ കൃഷി ചെയ്തിട്ട് കാർഷിക മേഖല ഉയർത്തിക്കൊണ്ടുവന്നു അല്ലെ. തൽഫലമായി കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വർദ്ധിച്ചു, ഇൻക്രീസ്ഡ് ആയി. അതായിരുന്നു ലാൻഡ് റിഫോം. ഇനി മറ്റൊന്നായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, രാസവളങ്ങള്, കീടനാശിനികള്, പുതിയ സാങ്കേതിക വിദ്യകൾ, അതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കുറഞ്ഞ പലിശയ്ക്ക് വായ്പ, ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് മാസീവ്ലി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അല്ലെ. ഭക്ഷ്യോൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് യൂസിങ് ഹൈ ഈൽഡിങ് സീഡ്സ് അല്ലെ. അതായത് ഹൈ HYV സീഡ്സ്, ഫെർട്ടിലൈസർ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, ന്യൂ ടെക്നോളജീസ്, പുതിയ സാങ്കേതിക വിദ്യകൾ, ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ, വളരെ കുറഞ്ഞ നിരക്കിൽ വായ്പകള്, സയന്റിഫിക് ഇറിഗേഷൻ, ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കാർഷിക മേഖല ഉയർത്താൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഒരു ഹരിത വിപ്ലവം ആദ്യം തന്നെ വീറ്റിലാട്ടോ. ഏറ്റവും കൂടുതൽ ഉൽപാദനം ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റിയത് വീറ്റിന്റെ ഉൽപാദനത്തിലാണ്. സോ ഗ്രീൻ റെവല്യൂഷൻ മാത്രമല്ല, വീറ്റ് റെവല്യൂഷൻ അഥവാ ഗോതമ്പ് വിപ്ലവം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ
MS സ്വാമിനാഥനാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. USSന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആർക്കെങ്കിലും അറിയാം? അതായത് നമുക്കറിയാം ഭക്ഷ്യോൽപാദന രംഗത്ത് വലിയ വൻതോതിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് അല്ലെ, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിന് എന്താണ് വർധനവുണ്ടായി. അതുപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, എൻഷുർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. അതുപോലെ എന്തുണ്ടായി? യെസ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഒക്കെ വില കുറഞ്ഞു അല്ലെ. ഒരുപാട് ഉൽപാദനം കൂടിയ സമയത്ത് എന്താണ് പ്രൈസും കുറഞ്ഞു. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്ഡ് അല്ലെ, അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ എന്താണ് കഴിഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ എന്താണ് ഡിക്ലൈൻഡ് ആയി. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ഇതൊക്കെ എന്താണ് മെറിറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു മെറിറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹരിത വിപ്ലവത്തിന് എന്തുണ്ടായിരുന്നടാ? ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. ഓവറായിട്ട് വെള്ളമൊക്കെ യൂസ് ചെയ്തല്ലേ നമ്മൾ കൃഷി ചെയ്തത്. അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ കുറഞ്ഞു, ഭൂഗർഭജലം കുറയാൻ കാരണമായി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡ്യൂ ടു ദ എക്സസീവ് യൂസ് ഓഫ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് എന്നല്ലേ. ഡിക്രീസ്ഡ് ആയി, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എന്താണ് കുറഞ്ഞു അല്ലേ. ഓവറായിട്ട് നമ്മൾ എന്താണ് വെള്ളം യൂസ് ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഒക്കെ എന്താണ് കുറയാൻ കാരണമായി. അതുപോലെ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസറും പിന്നെ എന്താണ് പെസ്റ്റിസൈഡ് അല്ലേ, അതായത് എന്താണ് രാസവളങ്ങളും കീടനാശിനികളുടെയും അമിത ഉപയോഗം എന്താണ് നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ഠത കുറച്ചു, ഫെർട്ടിലിറ്റി എന്താണ് കുറച്ചു. അതൊക്കെ ഭയങ്കര പ്രശ്നമായി, ഡിമെറിറ്റ്സ് ആയിരുന്നു. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചിരിക്കേണ്ട എന്താണ്. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അതുപോലെ ലാൻഡ് റിഫോമും നിങ്ങൾ നോക്കി വെക്കാം. പിന്നെ നമ്മുടെ പോവർട്ടി അലവിക്കേഷൻ സ്കീംസ് എന്താണ് നമുക്ക് വേറൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.